പാഠം 1002. മിന്നുന്നതെല്ലാം പൊന്നല്ല. ഹലോ, അതെ, മോഹനയുടെ പത്രം വായിക്കാണെന്ന് തോന്നുന്നു. ഞാൻ വിളിക്കാം. അതെയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ മോഹനോട് തിരിച്ചു വിളിക്കാൻ പറയാം. ഞാൻ അറിഞ്ഞിരുന്നു. സാറിന് അവാർഡ് കിട്ടില്ല, പിന്നെ ആർക്ക് അവാർഡ് കിട്ടുക? നാളെയോ? ആഹാ, അത് ശരി. മോഹനോട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെന്താ, തീർച്ചയായിട്ടും വരും. ശരി സാർ. വില്ലേജ് ഓഫീസർ ആള് കൊള്ളാലോ. ഇത്രയും വലിയ പരിപാടി ഉണ്ടായിട്ട് ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല. മോനേട്ടാ, ഹയർ സെക്കൻഡറി സ്കൂളിലെ കാർത്തിക സാർ വിളിച്ചിരുന്നു. നാളെയാണ് സാറിന് അവാർഡ് കിട്ടുന്നത്. അക്കാര്യം എന്നോട് സാർ നേരത്തെ പറഞ്ഞായിരുന്നു. അതെ, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ വിളിച്ചു എന്നാ പറഞ്ഞത്. വെറുതെ ചെന്നാ പോരാ, സ്റ്റേജിൽ കയറി 2 വാക്ക് ഞാൻ സംസാരിക്കണമെന്ന് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞൊന്നും ശരിയാവില്ല. അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ ഉണ്ടെന്നാ സാറ് പറഞ്ഞത്. അപ്പോ വലിയ ഗംഭീരമായ ആഘോഷമായിരിക്കും അല്ലേ? ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാം മോനേട്ടാ. എന്ത്? നീ എന്തിനാ വരുന്നത്? ഒരു വലിയ ആഘോഷം നടക്കല്ലേ? നാളെ വൈകിട്ടാണ് പരിപാടിക്ക്. അപ്പൊ പിന്നെ ഞാൻ കൂടെ വന്നാലെന്താ? അത് ശരിയാവില്ല. എന്നെ വിളിച്ചൊരു പരിപാടിക്ക് ഞാൻ നിന്നെയും കൊണ്ട് ചെല്ലുന്നത് മോശമല്ലേ? എന്ത് മോശന്ന്? ഞാൻ മോഹനേട്ടന്റെ ഭാര്യയല്ലേ? ഭാര്യ ഭർത്താവ് വീട്ടിനകത്ത്, അല്ലാതെ പുറത്തുനിന്ന് ഒരാൾ ഭർത്താവിനെ ഒരു പരിപാടിക്ക് വിളിക്കുമ്പോ അക്കൂടെ ഭാര്യയും കൂടെ കയറി പോകുന്നത് ശരിയല്ല. ഭാര്യ ഒരു സ്ഥലത്ത് കൂടെ കൊണ്ടുപോകുന്ന അത്ര മോശമാണെന്ന് തോന്നുന്നുണ്ടെങ്കിലേ കല്യാണം കഴിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ വേറെ ഏതൊരു ബോധമുള്ള മനുഷ്യ കല്യാണം കഴിച്ച് സമാധാനമായിട്ട് ജീവിച്ചേ. നോക്കി പറ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. അതുകൊണ്ട് ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ ചില പരിപാടികൾക്ക് ചിലർ എന്നെ വിളിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഭാര്യയും കെട്ടി എഴുന്നള്ളിച്ചിട്ടുണ്ടല്ല പോകേണ്ടത്. താലൂക്ക് ഓഫീസിലോ കളക്ടറേറ്റിലോ സെക്രട്ടേറിയറ്റിലോ ഒരാവശ്യത്തിന് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണമെന്നല്ലോ മോഹനേട്ട ഞാൻ പറഞ്ഞത്. ആണോ? ആളുകളെ ക്ഷണിച്ചു വരുത്തി നടത്തുന്ന ഒരു പരിപാടി, അവിടെ എന്നെ കൂടെ കൊണ്ടുപോയി എന്താ മോഹനേട്ടന്? പ്രത്യേകിച്ച് കാർത്തിക സാർ എന്നെ വിളിക്കുകയും ചെയ്തു. കാർത്തികേയൻ സാർ നിന്നെ വിളിച്ചു എന്നുള്ളത് നേരാ. അതെന്തുകൊണ്ടാ? എന്നോട് സംസാരിക്കാനായി വിളിച്ചപ്പോ നീ കയറി അങ്ങ് എടുത്തു. അപ്പൊ ഒരു മര്യാദയുടെ പേര് നിന്നോട് കാര്യങ്ങൾ പറഞ്ഞു പോയി. നിന്നെ ക്ഷണിക്കാനായിരുന്നെങ്കിൽ നേരിട്ട് നിന്നെ തന്നെ വിളിക്കുകയല്ലേ വേണ്ടത്. എന്തിനാണ് മോഹനേട്ട ഈ മുട്ടാപ്പോക്കി ന്യായം പറയുന്നത്? ഇത്തരം പരിപാടികൾക്ക് ഭർത്താവിനെ ക്ഷണിക്കുന്നവർ ഭാര്യയെ പ്രതീക്ഷിക്കും. ഞാൻ മോഹനേട്ടോട് വരുന്നതിൽ ഒരു തെറ്റില്ല. തെറ്റുണ്ട്. ഈ നാട്ടുകാർക്ക് എന്നെ പറ്റി നല്ല മതിപ്പും ബഹുമാനവും ഉണ്ട്. അങ്ങനെയുള്ള ഞാൻ നിന്നെയും കൊണ്ട് അവിടെ ചെല്ലുമ്പോ അവിടെയുള്ളവർ എന്ത് കരുതും? എനിക്കെന്താണാവോ ഇത്ര വലിയ കുഴപ്പം? എനിക്കെന്താ മാറാരോഗം വല്ലതും ഉണ്ടോ? അതോ ഞാൻ ഇതിൽ ക്രിമിനൽ കേസ് പ്രതിയാണോ? അതോ ഞാൻ ആര് പറയാത്ത മോഹനേട്ടനോട് വരുന്ന ഒരു രഹസ്യ കാമുകയോ? കാര്യം ഇതൊന്നും അല്ല എന്നുള്ളത് എനിക്കറിയാലോ. എവിടെയെങ്കിലും പോകുമ്പോ ഭാര്യ ഒന്നും കൂടെ കൂട്ടുന്നത് എന്തോ വലിയൊരു തെറ്റാണെന്നുള്ള ധാരണ മോഹനേട്ടനുണ്ട്. ഇത്തരം ധാരണകളുള്ളവരെ കല്യാണം കഴിക്കാണ്ടിരിക്കണമായിരുന്നു. ബാക്കിയുള്ളതെങ്കിലും രക്ഷപ്പെട്ടനെ. നമസ്കാരം. നമസ്കാരം. എന്താ ശിവൻകുട്ടി രാവിലെ? ഞാനൊരു കൈവശാവകാശ സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തിരുന്നു സാർ. ഞാനത് കണ്ടിരുന്നു. ഇന്നലെ രാവിലെ കാഞ്ചന സ്ഥലമളക്കാൻ വന്നിരുന്നല്ലോ. വന്നു. പോകാൻ നേരം കാഞ്ചന സാറ് പറഞ്ഞത് ഇന്ന് സർട്ടിഫിക്കറ്റ് തരാന്നാ. അതെ, ഇന്ന് ഒരു 11 മണിയാകുമ്പോ വില്ലേജ് ഓഫീസിലേക്ക് വന്നാൽ മതി. സർട്ടിഫിക്കറ്റ് എഴുതി ഒപ്പിട്ട് വെച്ചേക്കാം. സാർ, ഒരു പ്രശ്നമുണ്ട്. ഞാനും സുശീലയും കൂടി എന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോവാ. തിരിച്ചു വരുമ്പോ വൈകുന്നേരം ആവും. ഞാൻ വേറൊരാളെ പറഞ്ഞു വിട്ടാൽ സർട്ടിഫിക്കറ്റ് കൊടുത്തയക്കോ സാർ? ശരി. ശിവൻകുട്ടി ആരെങ്കിലും പറഞ്ഞു വിട്ടോളൂ.
ഓ അല്ലെങ്കിൽ വൈകിട്ട് സർട്ടിഫിക്കറ്റ് ഞാൻ ഇവിടെ കൊണ്ടുവയ്ക്കാം. തിരിച്ചു വരുന്ന വഴി ഇവിടെ നിന്ന് വാങ്ങിയാലും മതി. അങ്ങനെയാണെങ്കിൽ വലിയ ഉപകാരമായി സാർ. ഞാനൊരു 6 മണിയാകുമ്പോ തിരിച്ചു വരും. ഇതുവഴിയാ വരുന്നത്. അപ്പൊ വാങ്ങിയാൽ മതിയല്ലോ. മതി. സാറിനതൊരു ബുദ്ധിമുട്ടാവില്ലല്ലോ? ഒരിക്കലും ഇല്ല. ഇതെന്താ രണ്ടുപേരും കൂടി? ശിവൻകുട്ടി ചേട്ടൻ്റെ ഒരു ബന്ധു വീട്ടിലേക്ക് പോവാ. ആഹാ. സത്യഭാമയ്ക്ക് സുഖമല്ലേ? ഓ പിന്നെ പരമ സുഖല്ലേ. ഞാൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലാതെ ഇതുവരെ കണ്ടിട്ടില്ല. ശിവൻകുട്ടി എവിടെ പോയാലും സുശീലയെ കൂടെ കൂട്ടുമല്ലേ? അത് വക്കീല് പറഞ്ഞത് സത്യമാ. ആഹാ. കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെ ഇവളില്ലാതെ ഞാൻ എവിടെയും പോയിട്ടില്ല. ഇങ്ങനെ സകല സ്ഥലത്തും ഭാര്യയെ കൂടെ കൊണ്ടുപോകാൻ എളുപ്പമാണോ ശിവൻകുട്ടി? ഒരു ബുദ്ധിമുട്ടും ഇല്ല വക്കീലെ. ഓ ഞാൻ കള്ളു കുടിക്കാനും കൂട്ടുകൂടാനൊന്നും പോവാറില്ലല്ലോ. എനിക്ക് പോകാവുന്ന സ്ഥലത്തൊക്കെ ഇവൾക്കും പോവാം. ആഹാ. അതാ എന്റെ ഒരു കാഴ്ചപ്പാട്. ശരി. അപ്പോ ഈ ഭാര്യയെ ഒരിടത്തും കൊണ്ടുപോകാത്ത ഭർത്താക്കന്മാർക്ക് വേറെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമല്ലേ? ആ, ഭാര്യയെ കൊണ്ടുപോയാൽ കയ്യിലിരിപ്പ് പുറത്തറിയുമെന്നുള്ള പേടിയോ മറ്റോ? അതൊന്നും എനിക്കറിയില്ല. ആഹാ. ഇവള് കൂടെ ഇല്ലെങ്കിൽ എനിക്ക് ആകെപ്പാടൊരു വിഷമോ. എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? ഇവളെയും കൂടെ കൊണ്ടുപോകല്ലോ അല്ലേ? അതെ അതെ. കടയിൽ സാധനം വാങ്ങിക്കാൻ പോവാണെങ്കിൽ പോലും ശിവൻകുട്ടി ചേട്ടൻ പറയും, സുശീലേ നീയും കൂടി വാ, എനിക്ക് ഒറ്റയ്ക്ക് പോവാൻ വയ്യാന്നൊക്കെ. ആ, അങ്ങനെയൊക്കെയാ മനുഷ്യന്മാര് ജീവിക്കുന്നത്. എന്താ സാറേ വക്കീൽ അങ്ങനെയൊക്കെ ചോദിച്ചത്? അല്ല, വെറുതെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചായിരിക്കും. ശരി, വൈകുന്നേരം വന്നാൽ മതി. ഓ ശരി സാറേ. ആ. ഭാമേ, നിന്നെ ഞാൻ ഒരിടത്തും കൂടെ കൊണ്ടുപോകാത്തതിന്റെ ഒരു കാരണം ഇതാണ്. ഏത്? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സ്വന്തം ഭർത്താവിനെ കളിയാക്കുക എന്നുള്ളൊരു വൃത്തികെട്ട സ്വഭാവം നിനക്കുള്ളതുകൊണ്ട്. ഇപ്പൊ ശിവൻകുട്ടിയുടെയും സുശീലയുടെയും മുന്നിൽ വെച്ച് നീ ഈ പറഞ്ഞ പോലത്തെ വർത്താനം തന്നെയല്ലേ നാളെ ആ പരിപാടിക്ക് പോയാലും ചെയ്യാൻ പോകുന്നത്? നിന്നെ കൂടെ കൊണ്ടുപോയിട്ട് ഞാൻ എന്റെ കുഴി എന്തിനാണ് തോണ്ടുന്നത്? അയ്യോ, ഇനിയിപ്പൊ ആ ന്യായം പറഞ്ഞാ മതിയല്ലോ മോനട്ടാ. മോഹനേട്ടന് തോന്നുന്ന പോലെ എന്നെ കളിയാക്കാൻ അവഗണിക്കാൻ എന്ത് വേണേലും ചെയ്യാം. തിരിച്ച് ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാലോ അത് വലിയ കുറ്റമായി തീരുകയും ചെയ്യും. ശിവൻകുട്ടിയെ സുശീല മോഹനട്ട കണ്ടല്ലോ. ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാര് അങ്ങനെയാണ്. സ്വന്തം ഭാര്യയെ കൂടെ കൊണ്ടുവന്നല്ലേ ശിവൻകുട്ടിക്ക് ഒരു നാണക്കേട് തോന്നാറില്ല. അങ്ങനെയാ മനുഷ്യന്മാരൊക്കെ. ആമേ, ഓരോ മനുഷ്യരും ഓരോ തരക്കാരാണ്. ഓരോരുത്തർക്കും ഓരോരോ രീതികൾ. ചിലർ ശിവൻകുട്ടിയെ പോലെ നാട് മുഴുവൻ ഭാര്യയും കെട്ടി എഴുന്നള്ളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. എന്നെ പോലുള്ളവർ ഭാര്യയെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് മാത്രം കൊണ്ടുപോകും. ഈ കൊണ്ടുപോകേണ്ട സ്ഥലം ഏതാണെന്ന് മോഹനേട്ടൻ തന്നെ തീരുമാനിക്കുമെന്ന് മാത്രം. ആമേ, നീ ഈ കാര്യത്തിൽ വെറുതെ തർക്കിക്കണ്ട. എനിക്ക് ശിവൻകുട്ടിയെ പോലെ ജീവിക്കാൻ പറ്റില്ല. ശിവൻകുട്ടി ഒരു ബിസിനസ്സുകാരന്, ഞാൻ ഒരു വില്ലേജ് ഓഫീസർ. ആ വ്യത്യാസമില്ലേ? പക്ഷേ ശിവൻകുട്ടി ഒരു മനുഷ്യനാണ്. മോഹനേട്ടനും ഒരു മനുഷ്യനാണ്. ശിവൻകുട്ടി ഒരു ഭർത്താവാണ്. മോഹനേട്ടനും ഒരു ഭർത്താവാണ്. ആ, അത്രയെങ്കിലും സാമ്യം നിങ്ങൾ തമ്മിലില്ലേ? നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ മാറ്റമില്ല. ആ, നിന്നെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകും. എവിടേക്കാ മോഹനേട്ട? നരകത്തിലേക്കായിരിക്കും. നരകത്തിലേക്ക് എന്തായാലും ഞാനില്ല. നിനക്ക് നീ ഇപ്പൊ പോയാ പറ്റുന്നുണ്ടെങ്കിൽ നീ കയറി പോ. വക്കീലേ, ഉത്തമനാണല്ലോ. ആ, ഇനി ഉത്തമനടുത്ത് പോയി എന്നെ പറ്റി കുറെ കുറ്റങ്ങൾ പറ. അതാണല്ലോ ഇതിന്റെ സന്തോഷം. എനിക്ക് സൗകര്യമുള്ളതൊക്കെ ഞാൻ പറയും. ആ, നമസ്കാരം വക്കീലെ. നമസ്കാരം. പിന്നെ ശേഖര സാർ തന്നു വിട്ടാണ്. ആഹാ. രാവിലെ തന്നെ വക്കീലിനെ ഏൽപ്പിക്കണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ആ, അതെന്തായാലും നന്നായി. ശേഖര സാറെ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇനി ഞാൻ വക്കീൽ ഓഫീസിലേക്ക് പോകുന്നില്ല. ഓ, ഇതുമായി ശേഖര സാർ വക്കീൽ ഓഫീസിലേക്ക് വരുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. ആ സാറേ നമസ്കാരം. സാർ എവിടെയാണ് എന്ന് ഞാൻ വക്കീലിന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങിയായിരുന്നു. അല്ല, ഉത്തമൻ കല്യാണം കഴിഞ്ഞാൽ ഉത്തമൻ ഭാര്യയൊക്കെ കൂട്ടി പുറത്തു പോവോ? അയ്യോ, അതെന്താ വക്കീൽ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ആളുകളൊക്കെ പലതരക്കാരാണല്ലോ. ഓരോരുത്തർക്കും ഓരോരോ രീതി. ഇതിൽ ഉത്തമൻ ഏതാണ് ഇഷ്ടം? ഭാര്യയെ വീട്ടിൽ തന്നെ ഇരുന്നാ മതി എന്ന് വിചാരിക്കുന്നതാണോ അതോ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നുള്ളതാണോ? അല്ല,
അതിപ്പോ എന്റെ ഈ ജോലിയുടെ ഒരു രീതിയൊക്കെ അറിയാലോ. അതിന്റെ ഇടയ്ക്ക് ഭാര്യയും കൊണ്ട് എങ്ങനെയൊക്കെ പോവും? ജോലിക്ക് പോകുന്ന കാര്യമല്ല ഉത്തമ ഞാൻ ചോദിച്ചത്. ഒരു കല്യാണത്തിനോ സിനിമയ്ക്കോ അതുപോലെ എന്തെങ്കിലും ഒരു ആഘോഷത്തിനോ ഒക്കെ പോകുമ്പോ ഭാര്യയെ കൂടെ കൊണ്ടുപോയില്ലയോ എന്ന്. ഉത്തമ, അല്ല, ഓ സാർ, ഇവരുടെ ചോദ്യം കേട്ട് ഉത്തമൻ അന്തം വിടണ്ട. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ നാട്ടിലെ പല വലിയ വലിയ ആൾക്കാരുമായി എനിക്ക് ബന്ധമുണ്ട്. അവരൊക്കെ ഓരോരോ പരിപാടികൾക്കായി എന്നെ വിളിക്കാറുണ്ട്. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എന്നെ വിളിക്കുമ്പോ ഞാൻ ഇവളെയും കെട്ടി എഴുന്നള്ളിച്ചോണ്ട് പോകുന്ന എവിടത്തെ മര്യാദ ഉത്തമ? സാധാരണഗതിയിൽ ഭാര്യയെ ഒരു സ്ഥലത്തും കൊണ്ടുപോകാതിരിക്കുന്നവർക്ക് രണ്ടുദ്ദേശമേ ഉണ്ടാവുള്ളൂ. ഒന്നാമത്തേത്, ഭാര്യ അങ്ങനെ പുറത്തു കണ്ടാൽ നാണക്കേടാണ് എന്ന് കരുതുന്നവര്. എന്റെ കാര്യത്തിൽ എന്തായാലും അതില്ലല്ലോ. ഉണ്ടോ ഉത്തമ? എന്താ അല്ല, ഈ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് ഉണ്ടെന്നും പറയാം, ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റും. ഇനി രണ്ടാമത്തേത്, ഒരു പരിപാടിക്ക് ചെല്ലുമ്പോ ഭാര്യ ഒരു തടസ്സമായി മാറുമോ എന്നുള്ള പേടി. സാധാരണ കള്ളുകുടിമാർക്കാണ് അത്തരം പേടി ഉണ്ടാവുന്നത്. മോഹനേട്ടനാണെ കള്ളു കുടിക്കുകയില്ല. പിന്നെ ഉള്ളത്, അവിടെയുള്ള മറ്റുള്ള പെണ്ണുങ്ങളെ പഞ്ചാരടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സാറിന്റെ കാര്യത്തിൽ അതും പ്രശ്നം ഉണ്ടാവുന്നില്ലേ? മോഹനേട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ജീവനിൽ കൊതിയുള്ള ഒരു പെണ്ണും മോഹനേട്ടനോട് പഞ്ചാരടിക്കാൻ വരില്ല. അപ്പൊ പിന്നെ എന്നെ കൊണ്ടുവന്നാൽ എന്താണ് പ്രശ്നം? വക്കീലേ, ഇവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് ശരിക്കും ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി നിൽക്കുന്ന നിങ്ങൾ കല്യാണം കഴിക്കാത്ത എന്നോട് ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കുന്നത് പോലും ശരിയല്ല. വിവാഹ ജീവിതത്തെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ഒരു പഞ്ചപാവമാണ് ഞാൻ. എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാറേ, എന്ന് ഇറങ്ങട്ടെ. എന്നെ നാണം കെടുത്ത് തോൽപ്പിക്കാമെന്നാണ് നീ കരുതിയിരിക്കുന്നെങ്കിൽ അത് വെറുതെ. എനിക്ക് അങ്ങനെയുള്ള വലിയ വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല മോഹനേട്ടാ. ഭർത്താവിന്റെ കൂടെ നാലാള് കാണിക്കുക ഒന്ന് പുറത്തു പോകണമെന്നുള്ള വളരെ ലളിതമായ ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത് മനസ്സിലാക്കാനുള്ളൊരു ബോധം മോഹനേട്ടല്ലെങ്കിൽ പിന്നെ ഞാനിത് പഠിച്ചു. സത്യം പറയല്ലോ പ്രഫേ, പ്രഹ്ലാദൻ ചേട്ടനും അമ്മയും തമ്മിലുള്ള വഴക്ക് കണ്ടിട്ട് ഞാൻ പോലും പേടിച്ചുപോയി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇത്രയും വലിയ വഴക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. കഞ്ഞന സാർ ഭാഗ്യവതിയാ. സാധാരണ ആണുങ്ങൾ എപ്പോഴും അമ്മയുടെ പക്ഷത്തല്ലേ നിൽക്കുള്ളൂ. ഇതിപ്പോ പ്രഹ്ലാദ സാറ് കഞ്ഞന സാറിന്റെ കൂടെ തന്നെ നിൽക്കുമല്ലോ. പ്രൊഫസർ അങ്ങനെ പറയരുത്. ഈ ആണുങ്ങളുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അമ്മയും ഭാര്യയായിട്ട് വഴക്കുണ്ടാകുമ്പോഴേ നമ്മൾ ആരുടെ പക്ഷത്തേക്ക്? അമ്മയുടെ പക്ഷത്ത് നിന്നാ ഭാര്യ പണങ്ങും, ഭാര്യയുടെ പക്ഷത്ത് നിന്നാ അമ്മ പണങ്ങും. ശിശുപാലൻ ചേട്ടന്റെ വീട്ടില് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഇല്ലാതിരിക്കൂ. ലോകത്ത് ഇതുവരെ ഏതെങ്കിലും അമ്മായി അമ്മയും മരുമകളുമായിട്ട് ഒത്തുപോയിട്ടുണ്ടോ? എന്റെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോ തന്ത്രപരമായിട്ട് എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. എന്ന് വെച്ചാ അമ്മ വന്ന് ഗിരിജയെ പറ്റി പരാതി പറയും. ഞാൻ എല്ലാം മൂളി കേട്ടു. വാ തുറന്നൊരു അക്ഷരം മിണ്ടില്ല. ഗിരിജ വന്ന് അമ്മയുടെ കുറ്റം പറയും. ഞാൻ ക്ഷമയോടെ കേട്ടിരിക്കും. പക്ഷെ വാ തുറക്കില്ല. ഇനിയിപ്പോ അവരുടെ സംഘർഷം മൂത്ത് വരികയാണെങ്കിലേ പിന്നെ ഞാനൊന്നും നോക്കില്ല. ചാട്ടം കൊണ്ടുകൊടുത്തിട്ട് ഒരൊറ്റ മുങ്ങൽ വെച്ചു കൊടുക്കും. പക്ഷേ പ്രഹ്ലാദ സാർ ചെയ്തത് ശരിയെന്നാണ് എന്റെ അഭിപ്രായം. പ്രഹ്ലാദ സാറിന്റെ പരിചയക്കാരന്റെ വീട്ടിലെ പാലിയാച്ചിന് പോകുമ്പോ കഞ്ഞന സാറല്ലേ കൂടെ പോകേണ്ടത്? അതങ്ങനെ. അല്ലാതെ അമ്മയാണോ? പിന്നെ അല്ലാതെ. പാല് കാച്ചിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞതാ, കാഞ്ചനെ നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാന്ന്. പക്ഷെ സംഭവം അറിഞ്ഞപ്പോ അമ്മയ്ക്ക് പോയേ പറ്റൂ. അമ്മ പോവാണെങ്കിൽ എനിക്ക് പോവാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാനില്ലാതെ പ്രഹ്ലാദൻ ചേട്ടൻ എവിടെയും പോവില്ല. ആ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയെ ഞാൻ. പിന്നെ പ്രഹ്ലാദൻ ചേട്ടൻ ഇടയ്ക്ക് സ്മോൾ അടിക്കും. പക്ഷേ ഞാനൊരു വഴക്കിനും പോവില്ല കേട്ടോ. എന്നോട് സ്നേഹമുള്ള ഒരാളോട് ഞാൻ വഴക്കിന് പോകുന്നത് ശരിയല്ലല്ലോ. വാസ്തവ കഞ്ഞന സാറേ, ഭർത്താവിന് തന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നിയാൽ ഒരു ഭാര്യ ഒരു വഴക്കും ഉണ്ടാക്കും. അതെ. പക്ഷേ ചില കോന്ത ഭർത്താക്കന്മാർക്ക് അതറിയില്ല. മനസ്സിൽ സ്നേഹം കാണും, പക്ഷെ അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പ്രകടിപ്പിക്കേണ്ട സ്നേഹം പ്രകടിപ്പിച്ച് തന്നെ കാണിക്കണം.
ശിശുപാല, സാർ. ആ ശിശുപാല, ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതെന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, വെറുതെ ചോദിച്ചെന്നുള്ളൂ. ശിശുപാലൻ ബന്ധു വീട്ടിലെ ആഘോഷങ്ങൾക്കൊക്കെ പോകാറില്ലേ? ഉണ്ട് സാർ. കൂട്ടുകാരുടെ വീട്ടിൽ? കൂട്ടുകാരന്റെ വീട്ടിൽ സമയം കിട്ടിയ പോകാറുണ്ട് സാർ. ഒറ്റയ്ക്കാണോ പോകാറുള്ളത്, അതോ ഭാര്യയെ കൂടെ കൂട്ടാറുണ്ടോ? മിക്കവാറും ഭാര്യയെ കൂടെ കൊണ്ടുപോകും സാർ. ഓ, എന്നും രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമല്ലോ സാർ. പിന്നെ തിരിച്ചു പോകുന്ന വഴി ജംഗ്ഷനിൽ ഇറങ്ങും. അവിടെ പരിചയക്കാരുമായിട്ട് കുറച്ചു നേരം സംസാരിക്കും. അങ്ങനെ ഓരോ നേരം പോക്കുകൾ. കെട്ടിയുള്ള കാര്യം അങ്ങനെ അല്ലല്ലോ സാർ. മുഴുവൻ നേരം വീട്ടിൽ തന്നെയല്ലേ. അപ്പൊ പിന്നെ ഇതുപോലത്തെ ആഘോഷങ്ങളൊക്കെ അവക്ക് വലിയ കാര്യമല്ലേ. അതുകൊണ്ട് ഞാൻ അവളെ കൂടെ കൊണ്ടുപോകും. ആ, അത് ശിശുപാലന്റെ ഭാര്യക്ക് ജോലി ഇല്ലാത്തോണ്ട്. ജോലിയുള്ള ഭാര്യയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ. എന്നാൽ അവരെ കൂടെ കൊണ്ടുപോകുന്ന സാറേ നല്ലത്. എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാ, കെട്ടിയോളെയും കൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് വന്നാ പിന്നെ ഒരു മാസത്തേക്ക് ഒരു വഴക്കുമില്ല സാർ. ഭയങ്കര സ്നേഹമാ. അല്ല, സാറെന്താ അങ്ങനെ ചോദിച്ചത്? വെറുതെ. ശിശുപാലൻ പോയിക്കോളൂ. ഓ ശരി സാർ. ആ ഭാമേ. ആ, മോഹനേട്ടൻ എത്തിയോ? ഞാൻ ചായ ഉണ്ടാക്കില്ല മോനേട്ടാ. സത്യം പറഞ്ഞ സമയം ഇത്രയും തോന്നിയതേ ഇല്ല. കോടതിയിൽ നിന്ന് വന്നിട്ട് കുറച്ചു നേരം ഞാനൊന്ന് മയങ്ങി. അതാ പറ്റിയത്. മോനേട്ടൻ ഷർട്ട് കൊണ്ട് മാറി വാ, അപ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കാം. ആ, നാളെ നിനക്ക് എന്താ പരിപാടി? എനിക്കെന്ത് പരിപാടി? അല്ല, നാളെ വൈകുന്നേരം നിനക്ക് വല്ല പരിപാടി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ഇതെന്തോന്ന് എന്നെ കളിയാക്കുന്നു? ഒന്നാമത്തെ കാര്യം നാളെ ശനിയാഴ്ചയാണ്. അല്ലെങ്കിൽ തന്നെ എനിക്ക് വൈകുന്നേരം സാധാരണ ഒരു പരിപാടി ഉള്ളതല്ലല്ലോ. നാളെ നമുക്ക് ടൗൺ ഹാളിലെ പരിപാടിക്ക് പോയാലോ? നീ എന്താ അന്ന് വിട്ടു നോക്കുന്നത്? എന്തായാലും കാർത്തിക സാർ നിന്നെ വിളിച്ചല്ലേ. നിനക്കാണെങ്കിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ നമുക്ക് ഒരുമിച്ച് പോവാം. മോനോട് സീരിയസ് ആയിട്ട് പറയാണോ? ഇത്തരം കാര്യങ്ങൾ തമാശയല്ലല്ലോ. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. എന്ത് പറ്റി? രാവിലെ നമ്മൾ ഇക്കാര്യം പറഞ്ഞ് എന്തുമാത്രം തർക്കിച്ചതാ. അവൻ മോഹനയുടെ വാശി പിടിച്ചു. എന്നിട്ട് ഇപ്പൊ ഇങ്ങനൊരു മാറ്റം? ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യങ്ങൾ അനുഭവത്തിലൂടെ ബോധ്യപ്പെടും. എനിക്ക് മനസ്സിലായില്ല. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആരാ നോക്കട്ടെ. മോഹന്റെ ഡ്രസ് മാറിവാ. സുശീലയായിരുന്നു. മോനട്ടാ, സുശീലയാ. നിങ്ങൾ വൈകിട്ട് 6 മണിക്ക് വരുന്നല്ലേ പറഞ്ഞത്? നേരത്തെ എത്തിയോ? വിചാരിച്ചാലും കുറച്ച് നേരത്തെയാ. ആഹാ, ഇതെന്താ ശിവൻകുട്ടി അവിടെ തന്നെ നിന്നിളഞ്ഞത്? പോയിട്ട് അത്യാവശ്യമുണ്ട്. പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരാൻ എന്നെ പറഞ്ഞു വിട്ടതാ. അല്ല, ഭാര്യ കൂടെ ഇല്ലാതെ അവിടെ ഒരു 5 മിനിറ്റ് നിന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും ശിവൻകുട്ടിക്ക് ബോറടിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എന്റെ സത്യഭാമേ, അങ്ങേര് രാവിലെ പറഞ്ഞതൊക്കെ സത്യഭാമ വിശ്വസിച്ചോ? എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകുന്ന ശിവൻകുട്ടി ചേട്ടൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. കല്യാണം കഴിഞ്ഞ് ഇതുവരെ ഞാനില്ലാതെ വേറെ എവിടെയും പോയിട്ടില്ല. പക്ഷെ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. പിന്നെ അങ്ങേർക്കേ ഒടുക്കത്തെ സംശയ വക്കില്ലേ. എന്നെ തനിച്ചാക്കിയിട്ട് എവിടെയെങ്കിലും പോയാ എന്റെ ഏതെങ്കിലും കാമുകന്മാർ വീട്ടിൽ കയറി വരുമെന്ന് അങ്ങേര് പറയുന്നത്. എന്നെ തനിച്ച് ഒരിടത്തും വിടില്ല, തനിച്ച് വീട്ടിലും ഇരുത്തില്ല. സംശയം എന്നൊന്നും പറഞ്ഞാ പോരാ, ഒടുക്കത്തെ സംശയം.
സുശീല കാര്യമായിട്ടാണ് പറയണത്. അത് സത്യഭാമയ്ക്ക് ഊഹിച്ചൂടെ? ലോകത്ത് ഇങ്ങനെ വേറെ ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ടോ? 24 മണിക്കൂറും ഭാര്യയുടെ കൂടെ തന്നെ നടക്കണം. സ്നേഹം എന്നത് മനസ്സിലാവും. പക്ഷേ അമിത സ്നേഹം കണ്ട ഉറപ്പിച്ചോ, അത് വേറെ എന്തോ പ്രശ്നമാണെന്ന്. സത്യഭാമയൊക്കെ ഭാഗ്യം ചെയ്ത ആളുകളാ. സ്വന്തമായിട്ട് ജോലി, ആ ജോലിക്ക് ഇഷ്ടമുള്ളപ്പോ പോവാം. മോഹനേഷിന് സാറ് ഒരു തർക്കവും പറയില്ലല്ലോ. ഇരുന്നിട്ട് സുശീല ഒറ്റയ്ക്ക് ശിവൻകുട്ടിയോടെ? ശിവൻകുട്ടി ചേട്ടൻ താഴെയുണ്ട്, എന്നെ കാത്തു നിക്കോ. അപ്പൊ ശരി സാർ. സത്യഭാമേ വരട്ടെ. ശരി. നീ എന്താ ഇങ്ങനെ അന്തം പിടിക്കുന്നേ? മോഹനേട്ടൻ അടുക്കള വെച്ച് എന്തോ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? എന്തായിരുന്നു അത്? എന്ത് കിട്ടിപ്പോയി. ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലായെന്ന് വരില്ല, അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമേ നമ്മൾക്ക് സത്യം ബോധ്യപ്പെടൂ എന്ന്. അതെന്തിനാ ഇപ്പൊ പറയുന്നേ? ചുമ്മാ. മോഹനേട്ടൻ മഹാനാണല്ലോ, മഹാന്മാരുടെ വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ പറയാലോ. പുറമേ കാണുന്നത് പോലെയല്ല പലരുടെയും വീട്ടുകാര്യം എന്നതാണ് സത്യം. ശിവൻകുട്ടിയുടെയും സുശീലയുടെയും മധുര മനോജ്ഞമായ കുടുംബജീവിതത്തിൽ അസൂയ പൂണ്ട വക്കീലിന് കാര്യങ്ങളുടെ കിടപ്പ് ശരിയായി മനസ്സിലാക്കിയ നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.